എല്ലാവരും വെള്ളം കുപ്പി കൊണ്ടു കിടക്കും പോലെ ഓക്സിജൻ കൊണ്ടു കിടക്കേണ്ട ഒരു കാലം അധികം അകലെയല്ലാതെ തന്നെ വരും. റോഡെല്ലാം കുഴിച്ചു വാരി കോൺക്രീറ്റ് ഇട്ട് സിമന്റ് ഇട്ട് ഇന്റർലോക്ക് ഇട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കേരളം മൊത്തം സിമന്റ് കൊണ്ട് മൂടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. സ്വന്തം കുഴിയാണ് തോണ്ടുന്നത് എന്നറിയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ആളുകൾ ആരും പ്രതികരിക്കാത്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് എവിടെ അധികം ആരും ഒന്നും പ്രതികരിച്ചെന്ന് കണ്ടില്ല ഇതിനെതിരെ? എന്തുകൊണ്ടാണ് ആരും ഇങ്ങനെ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ ഇങ്ങനെ റോഡ് മൊത്തം കുഴിച്ച് തോണ്ടി വാരി ഇങ്ങനെ കോൺക്രീറ്റുകൾ പൊക്കി കെട്ടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം. അധികാരികൾ എന്തിനിങ്ങനെ ചെയ്യുന്നു? അവർക്ക് പണം ഉണ്ടാക്കാനായിരിക്കും, അവർക്ക് ഇതിലൂടെ ലാഭം കൊയ്യായിരിക്കും, പിന്നെ കമ്പനികൾക്ക് ലാഭം കൊയ്യാ. ഇതൊരു ചൂടും വെപ്രാളവും ശ്വാസം കിട്ടാത്ത പോലെ തോന്നും. അപ്പം കുറച്ച് ഭാഗം കെട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ, അപ്പം കേരളം മൊത്തം ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമായിരിക്കണം. അപ്പോഴാണല്ലോ പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ പണി കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം കേരളം മൊത്തം ഇങ്ങനെ കെട്ടി തീരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഓക്സിജൻ കിട്ടത്തില്ല. എല്ലാവരും വെള്ളം കുപ്പി കൊണ്ടു കിടക്കും പോലെ ഓക്സിജൻ കൊണ്ടു കിടക്കേണ്ട ഒരു കാലം അധികം അകലെയല്ലാതെ തന്നെ വരും. ബ്ലോക്ക് കൂടുന്ന വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ട് അതിന് വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ റോഡൂടെ കൊണ്ടുവന്നാൽ പോലും ഇത് എന്തിനാണ് ഇങ്ങനെ കോൺക്രീറ്റ് കെട്ടിപ്പൊക്കി ഉയർത്തുന്നത്? പല സ്ഥലങ്ങളും പണിത പാലങ്ങളും പഴുത റോഡുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതൊക്കെ നമ്മളിപ്പം ഈ അടുത്തിടയ്ക്കും കേട്ടതാണ്. വലിയ പാലങ്ങളൊക്കെ കോടികൾ കൊടുത്ത് കെട്ടിയത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ്. ഇതൊക്കെ എത്ര നാളും നിലനിൽക്കും അത് അറിഞ്ഞൂടാ. പണ്ടത്തെ കെട്ടിടങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ അന്നത്തെ കാലഘട്ടത്തിൽ കെട്ടിയ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അന്ന് നല്ല രീതിയിലാണ് കെട്ടിയത്. പക്ഷെ ഇന്നത്തെ കെട്ടിടങ്ങൾ നമുക്കറിയാം, ഇന്നത്തെ ഒരു സാധനവും നിലനിൽക്കുന്നല്ല. കഷ്ടപ്പെട്ട് പണിത് ഉയർത്തിയ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ച് വാരി റോഡെല്ലാം കുത്തി കുഴിച്ച് പണ്ടുണ്ടായിരുന്ന മരങ്ങളും പുഴകളും പിന്നെ തോടുകളും ഒന്നും ഇപ്പൊ കാണാനില്ല. അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചൂട് കൂടാൻ തന്നെ കാരണം പണ്ടൊന്നും ഇത്രയും ചൂടില്ലായിരുന്നു. ഇപ്പൊ ചൂട് കൂടാൻ തന്നെ ഇപ്പൊ റോഡിൽ കൂടെ നടക്കത്തില്ല. കാരണം അത്രയ്ക്ക് വെയിലും ചൂടും തളർന്നു പോവുക. അപ്പൊ അതിനെന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണാൻ പറയാം, ഇത്രയും കോൺക്രീറ്റുകൾ കെട്ടിപ്പൊക്കി ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂട് വരത്തില്ല. എല്ലാ ബിൽഡിങ്ങുകളും പൊളിച്ചു വാരി ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ല പോയി നിൽക്കാൻ. ഈ വഴിയിൽ നടക്കുന്നവർക്കേ അത് അറിയത്തുള്ളൂ, അല്ലാതെ കാറിൽ എസിൽ ഇരിക്കുന്നവർക്ക് അതൊന്നും അറിയത്തില്ല. അത് നടന്നു പോകണം, അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഈ അധികാരികളൊന്നും നടന്നു നോക്കണം, അപ്പോഴേ അറിയത്തുള്ളൂ. അല്ല കാറിലും എസിയിലും ഫ്ലൈറ്റിലും ഒന്നും സഞ്ചരിക്കുന്നവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ല, അപ്പോൾ ബസ്സിൽ കയറണമെന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ ഒരു തണലില്ല പോയി നിൽക്കാൻ വേണ്ടിയിട്ട്, മരങ്ങളില്ല, പിന്നെ മണ്ണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണില്ലാന്ന് തന്നെ പറയാം. എല്ലാം കെട്ടിപ്പോക്കി ടാറിങ് ഇല്ലാത്ത സ്ഥലത്ത് മറ്റേ ഇത് ഇന്റർലോക്ക്. ഇപ്പൊ വീടുകളിനുള്ളിൽ പോലും വീടുകളിന്റെ പരിസരത്ത് പോലും മണ്ണില്ല. കാരണം എല്ലാം